കൂടിയ പൂങ്ങോട്ടുകുളത്തെ വൺ വേ സമ്പ്രദായമടക്കം മാറ്റുന്ന തരത്തിൽ ട്രാഫിക് പരിഷ്കാരം. ഇന്നലെ തിരൂർ നഗരസഭയിൽ ചേർന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിലാണ് വിവിധ തരത്തിലുള്ള ട്രാഫിക് മാറ്റങ്ങൾക്കുള്ള ചർച്ചകൾ നടന്നത്. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ അധ്യക്ഷതയിൽ നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന ട്രാഫിക് അഡ്വൈസറി യോഗത്തിലാണ് തിരൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് സുഗമമായ ഗതാഗത സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ ചർച്ചകൾ നടന്നത്. ഈ ഓട്ടോറിക്ഷക്കാരെ എല്ലായ്പ്പോഴും ആൾക്കാർ കുറ്റം പറയുന്ന വിഭാഗമാണ് പോലീസുകാരും അതുപോലെ ഓട്ടോറിക്ഷക്കാരും. എപ്പോഴാണ് അവർ തിരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോ വേണമെങ്കിലും ഇവർ തിരിക്കാം. ബട്ട് സർട്ടൻ സായിപ്പ് പറഞ്ഞിട്ടുണ്ട്, റോഡിലൂടെ നടക്കുന്നവരെല്ലാം ഭ്രാന്തന്മാരാണ് എന്ന് ചിന്തിച്ച് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. അവരെപ്പോഴാണ് മുന്നിൽ ചാടുന്നത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഓട്ടോറിക്ഷയുടെയും ബൈക്കുകളുടെയും അവസ്ഥ. ഇവരെപ്പോ വേണമെങ്കിലും തിരിക്കാം, എപ്പോ വേണമെങ്കിലും നിർത്താം, എപ്പോ വേണമെങ്കിലും വെട്ടിക്കാം, അങ്ങനത്തെ ചെയ്യാം. നഗരസഭാ കൗൺസിലർമാർ, തിരൂർ DYSP, തിരൂർ CI, ജോയിന്റ് RTO, ട്രാഫിക് SI, തിരൂരിലെ വ്യാപാരി വ്യവസായി സംഘടനകൾ, STU, CITU, BMS ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവരുടെ യോഗമാണ് നടന്നത്. BP അങ്ങാടിയിലുള്ള ബസ് സ്റ്റോപ്പുകൾ മാറ്റുന്നത് സംബന്ധിച്ചും പയ്യനങ്ങാടിയിലെ സ്കൂളുകൾ വിടുന്ന സമയത്തുള്ള ബ്ലോക്കുകൾ സംബന്ധിച്ചും തിരൂർ തലക്കടത്തൂർ റോഡിൽ ആലിൻ ചൂടിലുള്ള വലിയ ഹമ്പുകളെക്കുറിച്ചും യോഗത്തിൽ വലിയ ചർച്ചകൾ നടന്നു. നോ പാർക്കിംഗ് ബോർഡുകൾ വച്ചിട്ടും അനധികൃത പാർക്കിംഗ് വർദ്ധിക്കുന്നതിന് ശക്തമായ നടപടി വേണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വാഹനങ്ങൾക്ക് വരാം, അവിടെ അതാണ് ഓൺവേ, അവിടെ നിന്നോട്ട് വാഹനങ്ങൾക്ക് വരാൻ പാടില്ല എന്നാണ്. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കി കഴിഞ്ഞാൽ കുറെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം BP അങ്ങാടി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ തിരിയാൻ ഒന്ന് നിർത്തണം. ഖയാം തിയേറ്ററിന്റെ ഭാഗത്തു നിന്ന് അനുഗ്രഹ തിയേറ്ററിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾ പോകാൻ നിർത്തണം. ഇത് ലെഫ്റ്റ് സൈഡ് പിടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഈ വൺ വേ എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡ് പോകും. ഖയാം തിയേറ്ററിന്റെ അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് എൻട്രി ഇല്ലാത്തത് കൊണ്ട് അവർ നിർബന്ധമായിട്ടും താഴെപ്പാല ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകണം. പിന്നെ എപ്പോഴെങ്കിലും ഒരു വാഹനം ഇവിടുന്ന് പോകുന്ന വാഹനം താഴെപ്പാലത്തേക്ക്, കാരണം ഇവിടെ നിന്ന് ഈ തിരൂര് അനുഗ്രഹ തിയേറ്ററിന്റെ അവിടെ നിന്ന് താഴെപ്പാലത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും, വളരെ കുറവാണ്. പിന്നെ ഉള്ളത് ഖയാം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ BP അങ്ങാടി ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്ത് മാത്രമേ അവിടെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അഡ്വൈസറി യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ട്രാഫിക് റെഗുലേറ്ററിയിൽ വെച്ച് പാസാക്കാം എന്ന് DYSP E ബാലകൃഷ്ണൻ, തിരൂർ CI KJ ജിനേഷ്, ജോയിന്റ് RTO സജു A ബക്കർ, ട്രാഫിക് SI TJ സുനിൽ, കൗൺസിലർമാരായ KK അബ്ദുൽ സലാം മാസ്റ്റർ, ഫാത്തിമത്ത് സജ്ന, V നന്ദൻ, ജഫ്സൽ, ഹസൻ ചക്കുങ്ങൽ, മൈ ബ്രദർ മജീദ്, സമീർ കറുത്തേടത്ത്, K ജാഫർ, ശിവദാസ്, ഗണേശൻ, ഹരീഷ് കുമാർ, റാഫി തിരൂർ, ഷമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ലെഗിൻസ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 149 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, മുനിസിപ്പൽ സ്റ്റേഡിയം, താനൂർ റോഡ്, താഴെപ്പാലം, തിരൂർ.